എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി നടനും ചലച്ചിത്ര പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ പ്രേംകുമാർ നമ്മോടൊപ്പം ഉണ്ട്. സഖാവ് കൃഷ്ണപിള്ളയായി അഭിനയിച്ച് അഭിനയ ജീവിതം കലാജീവിതം തുടങ്ങിയ ആളാണ്. കൃഷ്ണപിള്ള രാഷ്ട്രീയ ജ്ഞാനസ്നാനപ്പെടുത്തിയ VS അച്യുതാനന്ദൻ ആലപ്പുഴയിലേക്ക് മടങ്ങുകയാണ്. അങ്ങും ഇടതുപക്ഷ രാഷ്ട്രീയം പിൻപറ്റുന്ന ആളാണ്. ഇവിടെ ഈ നിമിഷം ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലേക്ക് ഓടി വരുന്നത്? ഞാൻ ശരിക്കും സഖാവ് VSനെ ആദ്യം പരിചയപ്പെടുന്നത് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് സഖാവ് P കൃഷ്ണപിള്ളയായിട്ട് ഞാൻ എൻ്റെ ആദ്യ സിനിമയിൽ അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ട് ഒരു ദിവസം സംവിധായകൻ PA ബക്കർ സാർ VSനെ കാണാൻ വേണ്ടിയിട്ട് എന്നെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അന്ന് അദ്ദേഹം എന്തോ ഒരു ചികിത്സ കഴിഞ്ഞിട്ട് അങ്ങനെ വിശ്രമിക്കുന്നൊരു സമയമായിരുന്നു. പക്ഷെ അപ്പോൾ പോലും സഖാവ് P കൃഷ്ണപിള്ളയെക്കുറിച്ച് അറിയാൻ എന്ന് പറഞ്ഞപ്പോൾ വളരെ ആവേശഭരിതനായിട്ട് സഖാവ് P കൃഷ്ണപിള്ളയെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. സഖാവിൻ്റെ നിൽപ്പും നടത്തവും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതികളും അദ്ദേഹത്തിൻ്റെ സവിശേഷമായ വ്യക്തിത്വത്തെക്കുറിച്ചൊക്കെ വളരെ ആഴമേറിയ അറിവാണ് ശരിക്കും VS അന്ന് പകർന്നു നൽകിയത്. അത് പിൽക്കാലം ആ കഥാപാത്രം ചെയ്യാൻ എനിക്ക് വലിയ ഒരു ശക്തിയായിട്ട് മാറി. VSനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഞാനിപ്പോൾ എല്ലാ ഇതിലും പറഞ്ഞതാണ്, വിപ്ലവ സൂര്യൻ എന്നതിൻ്റെ ചുരുക്കെഴുത്തായിട്ട് നമുക്ക് പറയാം VS എന്ന രണ്ടക്ഷരം. അതൊട്ടും ആലങ്കാരികമല്ല, അതിലൊട്ടും അതിശയോക്തിയുമില്ല. കാര്യം അത്രയേറെ ഒരു വിപ്ലവ വീര്യം, പോരാട്ട വീര്യം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടൊരു കെടാത്ത കനലിങ്ങനെ ഉള്ളിൽ സൂക്ഷിച്ച ഒരു മനുഷ്യൻ. അത് ജീവിതാന്ത്യം വരെ ആ ഒരു കനലിങ്ങനെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു പോരാട്ടം, അത് അവസാന നിമിഷം വരെ ജീവിതത്തോടും മരണത്തോടും ഒക്കെ അദ്ദേഹം ഇങ്ങനെ പോരാടുകയായിരുന്നു. ആ രോഗബാധിതനായിരുന്ന നാളുകളിൽ രോഗത്തോട് പോരാടുകയായിരുന്നു. അപ്പോൾ അത് പോരാട്ടം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു രക്തത്തിലലിഞ്ഞ ഒന്നാണ്. അത് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള, പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി, തൊഴിലാളി വർഗത്തിന് വേണ്ടി ഒക്കെയുള്ള ഒരു വലിയ പോരാട്ടത്തിൻ്റെ വലിയൊരു സമര നായകനായിട്ടാണ് VS വരുന്നത്. അത് സഖാവ് P കൃഷ്ണപിള്ളയാണ് അദ്ദേഹത്തെ കർഷക തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നിയോഗിക്കുന്നത്, ആലപ്പുഴയിൽ നിയോഗിക്കുന്നത്. അപ്പോൾ അത് തുടർന്ന് പിന്നീട് അദ്ദേഹം സാധാരണ മനുഷ്യൻ്റെ, ദരിദ്രരായ മനുഷ്യൻ്റെ, കർഷക തൊഴിലാളികളുടെ, കയർ തൊഴിലാളികളുടെയൊക്കെ ഒരു വലിയ രക്ഷകനായി അവരുടെ ശബ്ദമായി മാറി എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായിട്ട് അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവായും ജനപ്രതിനിധിയായും ഭരണാധികാരിയുമായൊക്കെ വന്നപ്പോഴും ജനപക്ഷത്ത് നിൽക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാർ, ഉത്തമനായ രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം ഈ ജനകീയ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നത് തന്നെ നമുക്കൊരു വലിയ അത്ഭുതത്തോടെയാണ് നമ്മളതൊക്കെ നോക്കിക്കണ്ടിരുന്നത്. ഏതെങ്കിലും ഒരു സാമൂഹ്യ വിഷയം ഉണ്ടായാൽ അത് ദൂരെ മാറി നിന്ന് അതിനെ നോക്കി കണ്ടിട്ട് അതിനെക്കുറിച്ച് പ്രസംഗിക്കുകയല്ല അദ്ദേഹം ചെയ്തിരുന്നത്. അദ്ദേഹം അത് ഒരു വിഷയമുണ്ടായാൽ, അതിപ്പോൾ മുല്ലപ്പെരിയാർ ആയിക്കോട്ടെ, ഈ മതികെട്ടാൻ മലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ മൂന്നാറിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഒരു വിഷയമുണ്ടായാൽ അവിടെ നേരിട്ട് ചെന്ന് തൻ്റെ പ്രായവും ആരോഗ്യവും ഒന്നും വകവയ്ക്കാതെ നേരിട്ട് ചെല്ലുകയും അവിടുത്തെ സാധാരണ മനുഷ്യരുമായിട്ട് സംസാരിക്കുകയും ആ പ്രശ്നത്തെക്കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടാക്കിയെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വസ്തുനിഷ്ഠമായിട്ടൊരു നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. അത് പൊതുസമൂഹം ഒന്നാകെ അംഗീകരിക്കുന്ന ഒരു നിലപാടായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യരുടെയും ഒരു സപ്പോർട്ട്, പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അത് എല്ലാ മനുഷ്യരും തങ്ങളുടെ ഒരു നേതാവായി അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നു. ആ ഒരു സ്വീകാര്യത അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട നേതാക്കൾക്ക് വളരെ അപൂർവമായിട്ട് അങ്ങനെ ലഭിക്കും. ഒരു പൊതു സ്വീകാര്യത അത് VSന് ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഒന്നാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ഈ കാഴ്ചകൾ. ഇവിടെ ഇപ്പോൾ പ്രായമായ സ്ത്രീകളൊക്കെ കുറേ പേരിങ്ങനെ അലമുറയിട്ട് കരയുന്ന ഞാൻ കണ്ടു. അപ്പോൾ അവരുടെയൊക്കെ ഹൃദയത്തിൽ എത്രമാത്രം ആഴത്തിൽ VSനുള്ള ഒരു സ്വാധീനമുണ്ട് എന്ന് വെളിവാക്കുന്നതാണ്. അതെ, അവിടെ അത്രയും ഒരു പോരാട്ടത്തോടുകൂടി സാധാരണ മനുഷ്യൻ്റെ പക്ഷത്ത് നിന്നിരുന്ന ഒരു ഉത്തമനായ രാഷ്ട്രീയ നേതാവിനെയാണ്. അത് പാർട്ടിക്ക് മാത്രമല്ല, സംസ്ഥാനത്തിന് മാത്രമല്ല, രാജ്യത്തിന് മുഴുവൻ എല്ലാ അർത്ഥത്തിലും ഒരു വലിയ നഷ്ടം എന്ന് ഒട്ടും അതിശയോക്തിയില്ലാതെ നമുക്ക് പറയേണ്ടിയിട്ടുണ്ട്. നന്ദി ശ്രീ പ്രേംകുമാർ, വിശദമായി സംസാരിച്ചു.